സൺഡേ സ്ഥലമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. അയലോക്കംകാരൻ്റെ പുരയ്ക്ക് തീവെക്കാൻ അതിൻ്റെ ചുറ്റും പാർത്ത് നടന്ന പാകിസ്ഥാൻ്റെ സ്വന്തം വീടിന് തീ പിടിച്ചത് അവരറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ഏറ്റവും രസകരമായ വാർത്ത. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രോവിൻസായ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്ന വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാകിസ്ഥാൻ്റെ മൊത്തം ഏരിയയുടെ ഏകദേശം 45% വരുന്ന ബലൂചിസ്ഥാൻ പ്രോവിൻസ്, അത് 100% റിബലിഷ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. റിബലിഷ് ആക്കിയത് പാകിസ്ഥാൻ തന്നെയാണ്. കാരണം മിനറൽ റിച്ചായ, ഓയിൽ റിച്ചായ, ഗ്യാസ് റിച്ചായ പാകിസ്ഥാൻ്റെ ട്രഷർ ഹബ്ബാണ്. ആ സ്ഥലത്ത് നിന്ന് ഈ വക സാധനങ്ങളൊക്കെ പാകിസ്ഥാൻ കുഴിച്ചെടുക്കുകയും 5 പൈസ പോലും അവിടുത്തെ മനുഷ്യർ കൊടുക്കാതിരിക്കുകയും ചെയ്ത് അതിനെ അൺഡെവലപ്ഡും അണ്ടർ ഡെവലപ്ഡുമായി സൂക്ഷിച്ച് ആ നാട്ടിലെ മനുഷ്യരെ മുഴുവൻ റിബലാക്കി അവർ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെതിരെ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയിട്ട് അതൊരു കലാപമായി മാറിയിട്ട് അതൊരു റിബലിയനായി മാറിയിട്ട് നാളുകളേറെ വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രശ്നം നടക്കുന്നിടത്ത് അത് ശ്രദ്ധിക്കാതെ ചൂട്ടുകറ്റയുമായി നമ്മുടെ പുരയ്ക്ക് തീ വെക്കാൻ വന്ന പാകിസ്ഥാൻ സ്വന്തം പുര കത്തിപ്പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വാർത്ത. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇവിടെ ഇന്ത്യയിൽ ഡൽഹിയിൽ അവരുടെ കോൺസുലേറ്റ് തുറക്കണമെന്നവർ ഔദ്യോഗികമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം അത്തരമൊരു സാഹസത്തിനൊന്നും ഇന്ത്യ ഗവൺമെൻറ് മുതിരാൻ സാധ്യതയില്ലെങ്കിലും ഇത് വളരെ രസകരമായൊരു വാർത്തയായിരിക്കുന്നു. അതിനെതിരെ ഇടയിലൂടെ അവർ പൂട്ടിക്കെട്ട് സൂക്ഷിച്ചിരുന്ന ആണവ ആയുധങ്ങളുടെ ശേഖരത്തിന് തീപിടിച്ചുവെന്നും അതവിടെ ചോർച്ചയുണ്ടായി എന്നും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പാകിസ്ഥാൻ എന്തായാലും വളരെ നല്ല അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് അറിയുകയാണ് ഈ ദിവസങ്ങളിൽ. നമുക്കതിൽ സന്തോഷമുണ്ട് എന്ന് പ്രകടിപ്പിക്കാൻ നിവൃത്തിയില്ല. കാരണം നമ്മുടെ അയൽരാജ്യത്ത് വരുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കും. പക്ഷേ അയൽരാജ്യം നമ്മളെ കൊല്ലാൻ വരുന്നവനായതുകൊണ്ട് നിശ്ചയമായും നമുക്ക് ചെറിയൊരു ആശ്വാസം തോന്നുന്ന വാർത്തകളാണ് ഇത് എന്ന് പറയാൻ നിവൃത്തിയില്ല. അതിനിടയിലൂടെ ട്രംപിൻ്റെ അവകാശവാദത്തെ സംബന്ധിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും അവസാനമായി ഈ വിഷയങ്ങളെക്കുറിച്ച് പത്രക്കുറിപ്പ് ഇറക്കേണ്ടത്. അവരുടെ പത്രക്കുറിപ്പ് ഇങ്ങനെയാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി പ്രിൻസിപ്പൽ സ്പോക്സ് പേഴ്സൺ ഓഫ് ദി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തോമസ് പിഗോട്ടാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുള്ളത്. വി ഓൾസോ വെൽക്കം ദ സീസ് ഫയർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആൻഡ് കമൻഡ് പ്രൈം മിനിസ്റ്റർ മോഡി ആൻഡ് ഷെരീഫ് ഫോർ ചൂസിംഗ് ദ പാത്ത് ഓഫ് പീസ്. ആസ് പ്രസിഡന്റ് ട്രംപ് സെഡ്, the decision reflects strength, wisdom and fortitude. We urge both sides to maintain direct communication to preserve regional stability. ഇവിടെ എവിടെയും ട്രംപിൻ്റെ മീഡിയേഷനെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രംപിനെ കുറിച്ച് പറയണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞതുപോലെ അവരുടെ സ്ട്രെങ്തിനെയാണ് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെയും പ്രൈം മിനിസ്റ്ററുടെ കേപ്പബിലിറ്റിയാണ് ഇത് കാണിക്കുന്നത് എന്നൊരു വാക്ക് മാത്രം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സംഗതി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ട്രംപിൻ്റെ മീഡിയേഷനിലാണ് ഈ പ്രശ്നം അവസാനിച്ചത് എന്നുള്ള അവകാശവാദം ഇവിടെ അവസാനിക്കുകയാണ്. ട്രംപിനെ സംബന്ധിച്ച് ഒരു സമാധാന നോബൽ പ്രൈസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിരുന്നുകൊണ്ട് ഉക്രൈനിയൻ പ്രശ്നത്തിനും ഇസ്രായേൽ വിഷയങ്ങൾക്കുമൊക്കെ പരിഹാരമുണ്ടാക്കി ഒരു നോബൽ പ്രൈസ് നേടാം എന്ന് വിചാരിക്കുന്ന അദ്ദേഹം ഒരു അഡീഷണൽ പോയിന്റ് കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ പാകിസ്ഥാൻ ഇന്ത്യ വിഷയത്തിൽ ഇടപെട്ടതായി അദ്ദേഹം അവകാശപ്പെടുകയും അതിൻ്റെ ക്രെഡിറ്റ് കൂടി ബാസ്ക്കറ്റിലെടുത്തിടാൻ ശ്രമിക്കുകയും ചെയ്തത്. വാസ്തവത്തിൽ വൈസ് പ്രസിഡന്റ് വാൻസ് ആണ് ഈ വിഷയത്തിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തെന്നുള്ളത് ക്വയറ്റ് നാച്ചുറലാണ്. അവരിടപെട്ടത് കൊണ്ടാണ് ഈ പ്രശ്നം അവസാനിച്ചതെന്ന് അവർ പറയുന്നതിനകത്തുള്ള ഫാക്ട്സ് നമുക്ക് മനസ്സിലാവും. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം അങ്ങനെ ആരെങ്കിലും ഇടയ്ക്ക് കയറി സംസാരിച്ചാൽ തീരുന്ന വിഷയമല്ല. അത് ഒരുപാട് വർഷങ്ങളുടെ ചരിത്രമുള്ള ഒരു വിഷയമാണെന്ന് ഓരോ ഇന്ത്യൻ പൗരനും കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. ഇതിനകത്ത് ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും അവരോടൊക്കെ ഇന്ത്യക്ക് നന്ദിയുണ്ട് താനും. പക്ഷെ അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ഇടപെട്ടിട്ടാണ് ഈ പ്രശ്നം തീർന്നതെന്ന് പറയാൻ നിവൃത്തിയില്ല. ഇന്ത്യക്ക് നിയമപരമായി പറയാൻ സാധിക്കുകയുമില്ല. കാരണം ഔദ്യോഗികമായി ഇന്ത്യക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡുണ്ട്, ഒരു തേർഡ് പേഴ്സൺ ഇതിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും അവരത് വിളിച്ചു പറയത്തില്ല. കാരണം അവർക്കറിയാം ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇന്ത്യയുടെ ഔദ്യോഗികമായ സ്റ്റാൻഡ് ഇതാണ്. ഈ ഔദ്യോഗികമായ സ്റ്റാൻഡിൽ നിന്ന് വിട്ട് പ്രവർത്തിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് ചോദ്യത്തിൻ്റെ മുന്നിൽ വരും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഇതിനിടയിൽ ഇടപെടുന്ന ഒരു സുഹൃത്തും അങ്ങനെ ഒരു കാര്യം ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുകയില്ല. ട്രംപിന് ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ ട്രംപിൻ്റെ സമാധാന ട്രോഫിക്കുള്ള സംഗതികൾ വിജയിക്കാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ മുൻപോട്ട് പോകുന്നു എന്ന് സംശയം കൂടാതെ പറയാൻ സാധിക്കും. കാരണം ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്തകളിലൊന്ന് ഇറാൻ ന്യൂക്ലിയർ പാക്റ്റിൽ ഏർപ്പെടാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള അലി ഷംഖാനി എന്ന് പറയുന്ന ഖമനേയിയുടെ പൊളിറ്റിക്കൽ, മിലിറ്ററി ആൻഡ് ന്യൂക്ലിയർ അഡ്വൈസറാണ്.
ഈ അലി ഷംഖാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പൊളിറ്റിക്കൽ ന്യൂക്ലിയർ ആൻഡ് മിലിറ്ററി അഡ്വൈസർ ടു ഖമനേയാണ് എന്ന് പറഞ്ഞ ഖമനേയി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഈ അമേരിക്കയുമായി ഒരു ന്യൂക്ലിയർ പാക്ട് ഒപ്പിടാൻ, ഒരു ന്യൂക്ലിയർ എഗ്രിമെൻ്റ് ഒപ്പിടാൻ അവർ തയ്യാറാണ്. എൻറിച്ച്മെൻറ്റ് പൂർണ്ണമായി അവർ നിർത്തിവെക്കാൻ തയ്യാറാണ്. ആൻഡ് എൻറിച്ച്ഡ് യുറേനിയം കൈമാറാനും തയ്യാറാണ്. ഇതിനു മുമ്പ് പറയാത്തൊരു കാര്യമാണ്. അതായത് എൻറിച്ച്ഡ് യുറേനിയം അവർ കൈമാറാൻ തയ്യാറാണ് എന്നുള്ളത് ആർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അവർ കൈമാറാൻ തയ്യാറാണെന്ന് പറയുന്നു. ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് 100% നിർത്താൻ അവർ തയ്യാറാണ്. സമാധാനത്തിനുള്ള ന്യൂക്ലിയർ പ്രോസസ്സ് അവർക്ക് തുടരണമെന്ന് ആഗ്രഹമുണ്ട്. അത് അമേരിക്കൻ സൂപ്പർവിഷനിൽ മാത്രം മതി താൻ. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് വന്ന് ചേഞ്ചാണിത്. ഇന്നലെ വരെ ഇവർ പറഞ്ഞ വർത്താനമല്ല ഇത് പറഞ്ഞ വർത്താനമാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് വരുന്നത് ഖത്തറിൽ നിന്നാണ് എന്നാണ്. ഇന്നലെ ഖത്തറിലെത്തിയ ട്രംപ് ഖത്തറിൻ്റെ ഒരു സുപ്പീരിയർ മതത്തിൻ്റെ ഒരാളുണ്ട്, അദ്ദേഹത്തോട് സംസാരിച്ചു. ഖത്തർ അമീർ, അദ്ദേഹത്തിന് വലിയ പേരാണ്, ഒത്തിരി നീളം കൂടിയ പേരാണ്, ഞാൻ ഓർത്ത് വെച്ചിട്ടില്ല. അപ്പം ഖത്തർ അമീറിനോട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ മീഡിയേഷൻ വഹിക്കണം, ഇറാനെ നിങ്ങൾ നിർബന്ധിക്കണം എന്ന് പറഞ്ഞു. ഖത്തർ അമീറിൻ്റെ ഒറ്റ ഫോൺ കോളിൽ ഖമനേയി ഇതിന് വഴങ്ങിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒമാനൊന്നും അല്ല, ഈ ലോകത്തിലുള്ള എല്ലാ തരത്തിലുള്ള ടെററിസങ്ങൾക്കും ഫണ്ട് പോകുന്നത്, പൈസ പോകുന്നത് ഖത്തറിൽ നിന്നാണ്. ഇറാൻ്റെ കയ്യിൽ ഈ പറഞ്ഞ ആളുകളെ ഒന്നും മേയിക്കാനുള്ള പൈസ ഇല്ല. അപ്പോൾ ഇറാൻ്റെ കയ്യിലേക്ക് ഈ ആളുകളെ മേയിക്കാനുള്ള പണം പോകുന്നത് ഖത്തറിൽ നിന്നാണ് എന്ന് വേണം വിചാരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഖത്തർ അമീറിന് ഈ ഖമനയുടെ മേൽ വലിയ സ്വാധീനമുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ഒന്ന് ഷിയായി ഒന്ന് സുന്നിയുമാണ്, എങ്കിൽ പോലും രണ്ടും മതമാണ്. അപ്പം ഈ മത നേതാക്കന്മാർ തമ്മിൽ സംസാരിച്ച് ഈ ഖത്തറിൻ്റെ അമീറിന് ഇദ്ദേഹത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അമേരിക്കയുടെ അടുത്ത് പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ള കാര്യം ഇദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് വേണം വിചാരിക്കാൻ. ഇനി ഇത് തക്കിയ എന്ന് പറയുന്ന മറ്റേ പരിപാടിയാണോ നമുക്കറിയാൻ പാടില്ല. പക്ഷേ ഇത് തക്കിയാവാനുള്ള സാധ്യത കുറവാണ്. കാരണം മിഡിൽ ഈസ്റ്റ് വലിയ വ്യാപകമായി ചേഞ്ച് വരികയാണ്. ഈ ഇസ്ലാം മതത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള സൗദി അറേബ്യ, മെക്ക ഉൾപ്പെടുന്ന സൗദി അറേബ്യ, മദീനയുള്ള സൗദി അറേബ്യ AI ഹബ്ബായി മാറാനാണ് ആഗ്രഹിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏഷ്യയിലെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ അമേരിക്കയിലെ വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനികളുമായി നിവിഡിയ, AMD എന്നൊക്കെ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റവും വലിയ ജയൻസുമായിട്ട് കൈകോർക്കാനും, അങ്ങനെ ഹ്യൂമെയിൻ എന്നാണ് സൗദി അറേബ്യയുടെ AI ഡിവിഷൻ ഓഫ് സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ പേര് ഹ്യൂമെയിൻ എന്നാണ്. ആ ഫണ്ടുമായിട്ട് ഇതിനെ കൈകോർപ്പിച്ച് സൗദി അറേബ്യ ഇതിൻ്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാക്കി മാറ്റുക എന്നുള്ളതാണ് സൗദി രാജാവിൻ്റെ സ്വപ്നം. അപ്പോൾ ഇത്തരം ഒരു വലിയ ചേഞ്ച്, ഇസ്ലാമിക് ക്യാപിറ്റലിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്യാപിറ്റലിലേക്കുള്ള ആ ചേഞ്ച്, അത് സൗത്ത് ഈസ്റ്റിനെയും ഇസ്ലാമിനെയും ഒക്കെ ഭയങ്കരമായിട്ട് റവല്യൂഷണറൈസ് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ആ റവല്യൂഷൻ്റെ ഒരു കാറ്റായിരിക്കാം, പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാറ്റായിരിക്കാം ഒരുപക്ഷെ ഇറാനെയും സിറിയയെയും ഒക്കെ ബാധിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം കാലം ഇത്രയധികം പുരോഗമിച്ചു. ഈ 6-ാം നൂറ്റാണ്ടിലെ ഐഡിയയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളത് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ച മനുഷ്യർക്ക് അറിയുന്നതാണ്. മതവിദ്യാഭ്യാസത്തിന് പുറത്തേക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ച മനുഷ്യർക്ക് മനസ്സിലാകും ഈ 6-ാം നൂറ്റാണ്ടിലെ ഐഡിയയുമായിട്ട് ഒരു മനുഷ്യന് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കാനാവില്ല എന്നുള്ളത്. അങ്ങനെ മനുഷ്യർക്ക് പുരോഗതി സ്ഥാപിക്കാനാവില്ല. അങ്ങനെ വരുമ്പോൾ തിരിച്ചറിവുണ്ടാവുക എന്നുള്ളത് വലിയ വിഷയമാണ്. മതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും മതമുണ്ട്. ഈ ലോകത്തിൽ ഏതെല്ലാം തരം മതങ്ങളുണ്ട്. ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഈ ഒരൊറ്റ മതം മാത്രമല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയുള്ള മതങ്ങളിലെല്ലാം ഇമാതിരിയുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടായിരുന്നു. എല്ലാ മതങ്ങളും സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുള്ള മതങ്ങളാണ്. ലോകത്തിലെ പ്രമുഖ മതങ്ങൾക്കൊക്കെ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. ബാക്കോട്ട് പോകുമ്പോൾ അതിനകത്തൊക്കെ ബാർബേറിയൻ ഐഡിയാസും ഉണ്ട്. ഈ ബാർബേറിയൻ ഐഡിയാസിനെയൊക്കെ അവരൊക്കെ കൊഴിയിച്ച് കളഞ്ഞ് മുൻപോട്ട് പോകാൻ അവർക്കൊക്കെ സാധിച്ചു. പക്ഷേ കുറ്റിയിൽ കെട്ടിയിട്ട പശുവിനെ പോലെ ഇതിനകത്തുള്ള ചിലർക്ക് മാത്രം, ഇസ്ലാമിലെ ചിലർക്ക് മാത്രം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പോകുന്നത് വലിയ ദൗർഭാഗ്യമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ, വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെടാൻ, തിരിച്ചറിവ് കൊണ്ട് രക്ഷപ്പെടാൻ, മതവും സിവിൽ ലൈഫും തമ്മിൽ ഒരു തരത്തിലും കൂട്ടിക്കെട്ടേണ്ടതില്ല എന്ന് തിരിച്ചറിയാൻ, ആത്മീയ ജീവിതവും പബ്ലിക് ലൈഫും ഡിഫറൻ്റ് ആണെന്ന് തിരിച്ചറിയുവാൻ മനുഷ്യർക്ക് ബോധമുണ്ടാവുന്ന കാലത്ത് ഈ ലോകം തന്നെ രക്ഷപ്പെടും. കാരണം ഒരാൾ മതം പറയുമ്പോൾ മാത്രമാണ് മറ്റുള്ളവൻ അവൻ എൻ്റെ മതം ഏതാണ് എന്ന് ചിന്തിക്കുന്നത്. കാശ്മീരിൽ വന്ന് നിങ്ങൾ മതം ചോദിക്കുമ്പോഴാണ്
എന്തുകൊണ്ടാണ് മറ്റുള്ളവർ എൻ്റെ മതം ഹിന്ദു ആണോ, ഞാൻ ക്രിസ്ത്യാനിയാണോ, ഞാൻ ജൂ ആണോ എന്ന് അവൻ ചിന്തിക്കുന്നത്? അതർവൈസ് അങ്ങനത്തെ ഒരു ചോദ്യം ഉദിക്കുന്നില്ല. മതം എന്നുള്ളത് ഒരിക്കലും ഒരു പൊതു പ്ലാറ്റ്ഫോമിലെ ഒരു ഡിസ്കഷൻ ആവേണ്ട വിഷയമേ അല്ല. അത് തീർത്തും പ്രൈവറ്റായ ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിലേക്ക് ഇസ്ലാമിക് ഹെഡ് ക്വാർട്ടേഴ്സായ സൗദി അറേബ്യയ്ക്ക് വളരാൻ സാധിക്കുമെങ്കിൽ, അതിനോട് തൊട്ടുകിടക്കുന്ന സൗദി അമീറിന്, ഖുവൈറ്റ് അമീറിന് അതിലേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ, UAEക്ക് അതിലേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ, എന്തുകൊണ്ട് ഇറാന് സാധിക്കില്ല? ഒരുപക്ഷെ ഇറാന് സാധിക്കില്ല. ഇറാനിലെ ജനത അങ്ങനെ ആയിരുന്നു. ഇറാനിലെ ജനതയെ വീണ്ടും ഖമനയി പിടിച്ചു കെട്ടി 6-ാം നൂറ്റാണ്ടിലെ ചാക്കിനകത്ത് കൊണ്ട് കയറ്റിയതാണ്. അപ്പോൾ അദ്ദേഹം ആ ചാക്കിനകത്തിരിക്കാൻ മനുഷ്യൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ആ മനുഷ്യൻ ചാക്കിൽ നിന്ന് പുറത്ത് ചാടേണ്ട സമയമായി എന്ന് അയാൾക്ക് തിരിച്ചറിവുണ്ടായോ എന്നറിയില്ല. ഏതൊക്കെയാലും ന്യൂക്ലിയർ പാക്റ്റിൽ ഒപ്പിടാൻ അദ്ദേഹം തയ്യാറാണ് എന്ന് അറിയിച്ചു എന്നുള്ളതാണ് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രമുഖമായ വാർത്ത, പ്രധാനമായ വാർത്ത എന്ന് മനസ്സിലാക്കണം. ഇതിനകത്തൊന്നും ഇസ്രായേലിനെ പെടുത്തില്ല. ഞാൻ വിചാരിക്കുന്ന ബോധപൂർവം ഇതിനകത്ത് ഇസ്രായേലിനെ പെടുത്താത്തതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇസ്രായേലും ഈ മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് രാജ്യങ്ങൾ അത് മോരും മുതിരയും പോലെയാണ്, ചേരാതെ കിടക്കും. അപ്പോൾ ചേരാതെ കിടക്കുന്നത് കൊണ്ട് ട്രംപ് ഈ വിസിറ്റിൽ മനഃപൂർവ്വം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായി ഇസ്രായേലിനെ ഒഴിവാക്കിയതാവാനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള വിഷയങ്ങൾ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യാം. മാത്രമല്ല, ഇസ്രായേലുമായിട്ട് അദ്ദേഹത്തിന് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും നെതന്യാഹു 2 തവണ US പോയതും ഇദ്ദേഹത്തെ നേരിട്ട് കണ്ടതുമാണ്. രണ്ടുപേരുടെ നിലപാടുകൾ വളരെ സുവ്യക്തമാണ്. ഞാൻ പറഞ്ഞ ഒരു വിഷയമാണ് ഇതിനകത്ത് വ്യത്യസ്തമായി നിൽക്കുന്നത്, ഗാസയെ സംബന്ധിച്ചുള്ളതാണ്. ട്രംപ് പറയുന്നതെല്ലാം വിടുവായികളാണ്. അദ്ദേഹം നെവർ മെൻ ടു ടേക്ക് ഓവർ ഗാസ. അദ്ദേഹം ഗാസ ഏറ്റെടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഞാനിവിടെ നോർത്ത് ഈസ്റ്റ് ഓഫ് ഏഷ്യയുടെ റിവേറയാക്കുന്നു ഏതാണ്ടൊക്കെ പ്രഖ്യാപനങ്ങളൊക്കെ പുള്ളി നടത്തി. അതൊക്കെ പുള്ളി വായിൽ വരുന്നത് വിളിച്ചു പറയാന്നുള്ളതാണ് പുള്ളിയുടെ ഒരു രീതി. അതിനു മുമ്പേ പറഞ്ഞു മൊത്തം ബോംബിട്ട് പൊടിച്ചു കളയുമെന്ന് പറഞ്ഞു. വായിൽ വരുന്നത് വിളിച്ചു പറയുന്നൊരു സ്വഭാവമുള്ള ആളാണ്. പക്ഷേ ബേസിക്കലി അയാൾ അങ്ങനത്തെ ആളല്ല. യുദ്ധത്തെക്കുറിച്ച് അയാൾക്ക് താല്പര്യമില്ല. സമാധാനം കാക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. ചോര വീഴ്ത്താൻ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ അത് അയാളുടെ പിന്നീടുള്ള പ്രവൃത്തികൾ നമുക്ക് വ്യക്തമാവുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഈ സമാധാനത്തിന് നോബൽ പ്രൈസിനോട് ഒരു വല്ലാത്ത ക്രൈസ് ഉണ്ടെന്ന് നമുക്ക് വേണം വിചാരിക്കാൻ. കാരണം ഈ ഒരു യാത്രയുടെ ഇടയിലും അദ്ദേഹം ടർക്കിയിൽ ഒരു വിസിറ്റ് പ്ലാൻ ചെയ്തിരുന്നു. അത് ഇന്ന് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടർക്കിയിൽ വെച്ച് അദ്ദേഹം റഷ്യൻ പ്രസിഡന്റിനെയും ഉക്രൈനിയൻ പ്രസിഡന്റിനെയും തമ്മിൽ കാണാനും അവർ തമ്മിലൊരു സംസാരം അറേഞ്ച് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു, കാര്യമായി ശ്രമിച്ചിരുന്നു. ആ ശ്രമം നടക്കാഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ടർക്കി സ്റ്റോപ്പ് ഓവർ ഒഴിവാക്കിയത് എന്നാണ് ഇന്ന് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ അച്ചീവ്മെൻറ്റ്സ്, ഇദ്ദേഹം മിഡിൽ ഈസ്റ്റ് വലിയ അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കി, വലിയ ബിസിനസ് ചെയ്തിട്ടാണ് പോകുന്നത്. 160 ബോയിങ് വിമാനങ്ങളാണ് ഖത്തർ പോലത്തെ ഒരു കൊച്ചു രാജ്യത്ത് അദ്ദേഹം വിറ്റിട്ട് പോകുന്നത്. സൗദി അറേബ്യയിലാണെങ്കിലും അളവില്ലാത്ത തരത്തിലുള്ള ബിസിനസ് സംഗതികളാണ് അദ്ദേഹം ചെയ്തത്. ഇതിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയൊരു ടാക്ടിക്കൽ മൂവ് ഉണ്ട്. ചൈനയെ പരിപൂർണമായും മിഡിൽ ഈസ്റ്റിൻ്റെ ബിസിനസ് സെക്ടറിൽ നിന്ന് ഒഴിവാക്കി കളഞ്ഞു എന്നുള്ളതാണ്. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ ചൈനയാണ് ലോകത്തിൽ ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന രാജ്യം. ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ തൂത്തെറിയാൻ വേണ്ടിയാണ് ട്രംപ് തിരക്ക് പിടിച്ച് ഈ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിയത്. അദ്ദേഹം അതിൽ ഏതാണ്ട് പരിപൂർണമായി വിജയിച്ചു എന്ന് വേണം വിചാരിക്കാൻ. ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഒക്കെ രാജാക്കന്മാരെന്ന് പറയുന്നത് തായ്വാനാണ്. ഈ തായ്വാനെ വിഴുങ്ങാൻ വേണ്ടി ചൈന നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലുള്ള അല്ലെങ്കിൽ ഈ പുതിയ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മേഖലയിലുള്ള കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ മേഖലയിലുള്ള അവരുടെ പൊസിഷനാണ്. അത് അമേരിക്കയുടെ കയ്യിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന സെമി കണ്ടക്ടർ പ്രൊഡക്ഷനൊക്കെ ഏറ്റവും മാക്സിമം ഉള്ള തായ്വാനിലാണ്. അപ്പോൾ തായ്വാനിൽ നിന്ന് ഈ സെമി കണ്ടക്ടേഴ്സ് പ്രധാനമായും ഒഴുകുന്ന US അപ്പോൾ US വഴി ഇത് മിഡിൽ ഈസ്റ്റിലേക്ക് വന്ന് അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ US വലിയ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും US താല്പര്യങ്ങൾ തന്നെ സംരക്ഷിക്കപ്പെടുകയും ചൈനയ്ക്ക് അങ്ങോട്ടുള്ള പ്രവേശനം പരിപൂർണമായി നിരോധിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വിസിറ്റിൻ്റെ ഏറ്റവും കാതലായ ഭാഗം എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇതിലെല്ലാവരും ഇതിന് പുറകിൽ ഇസ്രായേലിനെ ഇതിനകത്ത് തള്ളിക്കളഞ്ഞിട്ടില്ല. കാരണം സിറിയയുമായി സംസാരിച്ചതിൽ ഇസ്രായേലിനെ അംഗീകരിക്കണം എന്നുള്ളതാണ് ട്രംപ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നു. ഇസ്രായേലിനെ പ്രമുഖമായ അറബ് രാജ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. സൗദി അറേബ്യ അംഗീകരിക്കേണ്ടതുണ്ട്. സൗദി അറേബ്യയിൽ അദ്ദേഹം ഈ വിഷയം സംസാരിച്ചതായാണ് പറയപ്പെടുന്നത്. ഒഫീഷ്യലായിട്ട് അതിന് കമ്മ്യൂണിക്കേഷനില്ല. പക്ഷേ ഇസ്രായേലിനെ അംഗീകരിക്കണമെന്നും ഗാസയിൽ വെടിനിർത്തലുണ്ടായാൽ ഉടനെ ആ കാര്യം തീരുമാനമാക്കാമെന്ന് സൗദി പറഞ്ഞതായുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിറിയയോട് ഉടനെ തന്നെ ഇസ്രായേലിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അത് ഉടനെ തന്നെ സാധ്യതമാകും എന്നാണ് മനസ്സിലാവുന്നത്. കാരണം സിറിയ വാസ്തവത്തിൽ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ്റെ സ്റ്റേജിലാണ്. ഇസ്രായേലോട് കയറി നിരന്തരമായി ബോംബിടിയൊക്കെ ചെയ്യുന്ന സമയത്ത് സിറിയ ബിക്കംസ് ഹൈലി അൺസ്റ്റേബിൾ. അപ്പോൾ സിറിയ 2-3 കഷ്ണങ്ങളായിട്ട് തീർന്നു പോകാൻ, മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വാസ്തവത്തിൽ ഇത് മിഡിൽ ഈസ്റ്റിന് നല്ലതല്ല. സിറിയ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സെൻട്രൽ കൺട്രിയാണ്.
അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് മിഡിൽ ഈസ്റ്റിൻ്റെ മൊത്തം സ്റ്റെബിലിറ്റിക്ക് ആവശ്യമുള്ള സംഗതിയാണ്. അവിടെ ഒരു സ്റ്റേബിൾ ഭരണം വരുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് അവിടെ കടന്നു കയറാൻ പറ്റാതെ വരും. സ്വാഭാവികമായിട്ടും ഇറാനും അവിടെ കടന്നു കയറാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പം അവിടെ നിന്ന് തീവ്രവാദം ഒഴിഞ്ഞു പോവുകയും അങ്ങനെ ആ രാജ്യവും സമാധാനത്തിലേക്ക് വരികയും മിഡിൽ ഈസ്റ്റിലെ സ്റ്റെബിലിറ്റി ഒന്നുകൂടി ശക്തിപ്പെടുകയും ചെയ്യും. പക്ഷേ പഴയ IS കാരനായിരുന്ന അൽ ജുലാനിനെ എത്രത്തോളം വിശ്വസിക്കാമെന്നൊരു ചോദ്യമുണ്ട്. തൽക്കാലം നമുക്ക് വിശ്വസിക്കാം, നല്ലത് വരും എന്ന് പ്രതീക്ഷിക്കാം. കൂടാതെ അവിടെ മൈനോറിറ്റീസ് വലിയ ത്രട്ട് നേരിടുന്നുണ്ട് സിറിയയിൽ. ഇതിനെക്കുറിച്ചും ട്രംപ് ഇദ്ദേഹത്തോട് സംസാരിച്ചതായാണ് പറയപ്പെടുന്നത്. മൈനോറിറ്റീസിൻ്റെ സെക്യൂരിറ്റി ഉറപ്പിലെടുത്തതിന് ശേഷം മാത്രമേ ഈ സാങ്ഷൻസ് റിമൂവ് ചെയ്യാമെന്നുള്ള പ്രോമിസ് തുടങ്ങുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അവർ തമ്മിലുള്ള ടോക്ക് പ്രൈവറ്റ് ടോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് ആർക്കും അറിയാൻ പാടില്ല. എന്തായാലും സാങ്ഷൻസ് നീക്കാമെന്ന് അമേരിക്ക സമ്മതിച്ചു എന്ന് പറയുന്നത് സിറിയയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ പാക്റ്റിൽ വരാം എന്ന് പറയുന്ന ഇറാനും ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമാണ്, അമേരിക്കയുടെ സാങ്ഷൻസ് റിമൂവ് ചെയ്യണം. സാങ്ഷൻസ് പൂർണ്ണമായി റിമൂവ് ചെയ്താൽ ഏത് ന്യൂക്ലിയർ പാക്റ്റിലും ഞങ്ങൾ ഒപ്പിടാം എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാനും പോയി നിൽക്കുന്നത്. അപ്പം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഈ അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വേവ്, ആ വലിയൊരു ബിസിനസ് ബൂം എന്ന് പറയുന്ന സംഗതി എൻറ്റയർ അറബ് വേൾഡിനെ, ഇറാൻ അടക്കമുള്ള അറബ് വേൾഡിൻ്റെ ഭാഗമല്ലെങ്കിൽ കൂടി എൻറ്റയർ മിഡിൽ ഈസ്റ്റിനെ കാറ്റലൈസ് ചെയ്തു എന്ന് വേണം വിചാരിക്കാൻ. അതിനിടയിലൂടെ ഇസ്രായേൽ അവിടുത്തെ ഗാസയിലെ ഭക്ഷണ വിതരണം, അമേരിക്ക ഏറ്റെടുത്ത ഭക്ഷണ വിതരണത്തിനുള്ള അറേഞ്ച്മെൻറ്റ്സ് അവിടെ നടക്കുന്നുണ്ട്. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ GHF എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. അമേരിക്കൻ കമ്പനികൾ ഇടപെട്ട് ഫോം ചെയ്തിട്ടുള്ള സംഘടനയാണിത്. UN ഇതിനോട് സഹകരിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം UN അവിടെ ടെററിസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഇസ്രായേൽ നേരത്തെ മുതലേ പറയുന്ന കാര്യമാണ്. UN ഇസ്രായേലും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. UN യാതൊരു സഹായം ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ഞങ്ങൾ ഭക്ഷണം കൊടുത്തോളാം. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു, ഇത് സൗത്ത് ഗാസയിൽ മാത്രമാണ് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളുള്ളത്. അത് നോർത്ത് ഗാസ കൈയടക്കാനുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചു വെച്ചുള്ള റീജിയൻ ഉണ്ട്. ഏകദേശം ഈ ഗാസ എന്ന് പറയുന്ന ടോട്ടൽ റീജിയൻ്റെ ഒരു 25% വരുന്ന റീജിയൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും ആളുകളെ ഒഴിപ്പിച്ച് നോർത്തേൺ സൈഡ് ഇസ്രായേൽ കൈയടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ തുടരാനുള്ള ഒരു ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭക്ഷണ വിതരണം സൗത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതെന്നാണ് UN ആരോപണം വരുന്നത്. ഇസ്രായേൽ അതിനെ അംഗീകരിക്കാനും നിഷേധിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യും, നിങ്ങൾ സഹകരിക്കുന്നില്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട് എന്ന് മനസ്സിലാവും.